വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി വീണ്ടും ആണവ കരാറിനുള്ള ചർച്ചകളിലേക്ക് തന്റെ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. മുൻപ് ആണവ കരാറുമായുള്ള അവസാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായുള്ള ഇസ്രയേൽ ആക്രമണം ഇറാനിലുണ്ടായത്. അതോടുകൂടി ചർച്ച എങ്ങും എത്താതെ പോവുകയായിരുന്നു. ഒടുക്കം യുദ്ധം നിർത്തിയതിനു പുറകിൽ ട്രംപ് പ്രവർത്തിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാറിൽ ഏർപ്പെടുകയുമായിരുന്നു. എല്ലാം പഴയതുപോലെ സമാധാനത്തിലായ സ്ഥിതിക്ക് ഇറാന്റെ ആണവ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത നേടാൻ അടുത്ത ആഴ്ച തന്നെ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാനെതിരായ US ആക്രമണങ്ങൾ ടെൽ അവീവിലും ടെഹ്റാനിലും തമ്മിലുള്ള യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ വളരെയധികം സഹായിച്ചതായും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി. നേരത്തെ നടന്ന ആക്രമണത്തിൽ വലിയ ബങ്കർ തകർക്കുന്ന ബോംബുകൾ പ്രയോഗിക്കാനുള്ള തന്റെ തീരുമാനം ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തുവെന്നും അതിന്റെ ഫലമായി എല്ലാവർക്കും വിജയമുണ്ടായതായും ട്രംപ് പറയുകയുണ്ടായി. ഇറാനുമായുള്ള ചർച്ചകളിലേക്ക് നീങ്ങുന്ന ട്രംപിന്റെ നീക്കം എല്ലാവരും അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും US ഇറാനെ വിഷയത്തിൽ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചെങ്കിലും അത് സാധ്യമായിരുന്നില്ല. അത് വളരെ കഠിനമായിരുന്നു. അതൊരു വലിയ പരാജയമായിരുന്നു എന്നാണ് ഇറാന്റെ ആണവായുധ നിർമ്മാണ പാത മാസങ്ങൾ മാത്രം പിന്നോട്ട് പോയിരിക്കാമെന്ന US പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രാരംഭ വിലയിരുത്തലിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. നേരത്തെയും ഈ റിപ്പോർട്ടിനെ അദ്ദേഹം തള്ളിക്കളഞ്ഞിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും തീവ്രമായ ഏറ്റുമുട്ടലിനൊടുവിൽ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തലിലും ശേഷം ഇറാനികളും ഇസ്രായേലുകളും സാധാരണ ജീവിതം പുനരാരംഭിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ. ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതാണ് ഇതുവരെയുള്ള വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത്. ഹേഗിൽ നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്ത ട്രംപ് ഇറാൻ വീണ്ടും ആണവായുധ വികസനത്തിൽ ഏർപ്പെടുന്നത് താൻ കാണുന്നില്ലെന്നാണ് പറഞ്ഞത്. ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന പാശ്ചാത്യ നേതാക്കളുടെ ആരോപണങ്ങൾ ഇറാൻ പതിറ്റാണ്ടുകളായി നിഷേധിച്ചു വരികയാണ്. നേരത്തെ വന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് US സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ് US വ്യോമാക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ സാരമായി തകർത്തുവെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പദ്ധതി പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹവും തയ്യാറായിട്ടില്ല. അതിനിടെ US ആക്രമണം ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാന്റെ കഴിവിനെ വർഷങ്ങളോളം പിന്നോട്ട് നയിച്ചുവെന്നാണ് ഇസ്രയേലിന്റെ ആണവ ഏജൻസി വിലയിരുത്തുന്നത്. ഇസ്രയേലിന്റെ ഈ വിലയിരുത്തൽ വൈറ്റ് ഹൗസ് വ്യാപകമായി പ്രചരിപ്പിച്ചെങ്കിലും ഇസ്രയേലി ഇന്റലിജൻസിനെ ആശ്രയിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. ട്രംപിന്റെ കുടിലതന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇറാൻ അടുത്തൊന്നും ട്രംപിനോട് ചേർന്നു പോകാൻ സാധ്യതയില്ല. ഇത് ഏറ്റവും നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ ഇറാനെ ഒന്നുകൂടി സുഖിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഖമേനി സ്ഥാനം മാറേണ്ട ആവശ്യമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള സുരക്ഷ കുറച്ചുകൂടി നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഇറാന്റെ പരിശ്രമം നടക്കുന്നതിനിടെ ട്രംപിന്റെ പരിപ്പ് ഇറാനിൽ വേവുമോ എന്ന് കണ്ടു തന്നെ അറിയണം.